ഹലോ, നമസ്കാരം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഗ്രോസറി ഐറ്റംസ് പരിചയപ്പെടുത്താം. ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തപ്പോൾ അവരുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് വാങ്ങിച്ച സാധനങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ അവരുടെ ലിസ്റ്റ് നല്ലൊരു വലിയ ലിസ്റ്റാട്ടോ. അതായത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത്, ഒന്ന് 2000 ml ഒരു കണ്ടെയ്നർ, ഫ്രിഡ്ജ് കണ്ടെയ്നർ. 2000 ml മാസ്റ്റർ കുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ 2000 ml കണ്ടെയ്നർ 138 രൂപയുടെ 91 രൂപയായിട്ടുള്ളൂ. പിന്നെ മാസ്റ്റർ കുക്കിൻ്റെ തന്നെ 780 ml 80 രൂപയുടെ 46 രൂപയ്ക്ക് കിട്ടിയൊരു കണ്ടെയ്നർ. ഇതും മാസ്റ്റർ കുക്കിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ MRP 80 രൂപ, അത് 46 രൂപയ്ക്ക് കിട്ടി. പിന്നെ 4-in-1 കോംബോ, ഒരു നൈഫ്, ഒരു ലൈറ്റർ, ഒരു ഗ്രേറ്റർ, പീലർ. ഇത്ര സാധനങ്ങൾ ഒറ്റ പാക്കറ്റിൽ 399 രൂപയുടെ 80 രൂപയായിട്ടുള്ളൂ. ഇത് വളരെ ലാഭമായിട്ട് എനിക്ക് തോന്നി. ലൈറ്ററും നല്ല ലൈറ്ററാണ്. അങ്ങനെ 4 എണ്ണം 400 രൂപ, 399 രൂപയുടെ 80 രൂപയ്ക്ക് കിട്ടി. പിന്നെ വിസ്ക്, സ്റ്റീൽ വിസ്ക്, അത് 75 റുപ്പീസിൻ്റെ 37 റുപ്പീസിന് കിട്ടി വിസ്ക്. പിന്നെ 225 ml ഫ്രിഡ്ജ് കണ്ടെയ്നർ 90 രൂപയുടെ 46 രൂപ. ഇത് 2 എണ്ണം ഉണ്ട് അതിൽ. പിന്നെ ട്രാവൽ നൈഫ്, ഫോൾഡിങ് ട്രാവൽ നൈഫ് ആൻഡ് പീലർ. ഇത് നമുക്ക് യാത്രയിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. എന്തെങ്കിലും ഫ്രൂട്ട്സ്, മാങ്ങാപ്പഴമോ അല്ലെങ്കിൽ ആപ്പിളൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്കത് ചെത്തി പൂളി കഴിക്കാം. നൈഫ് ഇതുണ്ടില്ലേ, ഇങ്ങനെ മടക്കി വയ്ക്കാവുന്ന നൈഫ്. പിന്നെ പീലർ ഉണ്ട്. ഇത് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നി, ഉപയോഗമുള്ളതായിട്ട് തോന്നി. എല്ലാം ഉപയോഗമുള്ളതാണ്, പക്ഷേ ഇത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു ഐറ്റമാണ്. പിന്നെ മാസ്റ്റർ കുക്കിൻ്റെ തന്നെ റൊട്ടി ബോക്സ്
മാസ്റ്റർ കുക്കിൻ്റെ തന്നെ റൊട്ടി ബോക്സ് ഇത്. പിന്നെ അത് 800 ml റൊട്ടി ബോക്സ് ആട്ടോ. 115 രൂപയുടെ 53 രൂപയായിട്ടുള്ളൂ. പിന്നെ 500 ml 95 രൂപയുടെ ഫ്രിഡ്ജ് കണ്ടെയ്നർ 46 രൂപയ്ക്ക് കിട്ടി. ഇത് 3 എണ്ണം കൂടെ കൂടിയിട്ട്. പിന്നെ ലോക്ക് ചെയ്യാവുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നർ 95 രൂപയുടെ 63 രൂപയ്ക്ക് കിട്ടി. അതും 600 ml. അപ്പോൾ ഇത് ടോട്ടൽ 1336 രൂപയുടെ സാധനമുണ്ട്. അതിൽ 525 രൂപയുള്ളൂ. 811 രൂപ നമുക്ക് ഓഫർ കിട്ടി. പിന്നെ കുറച്ച് മസാലകൾ ഫ്ലിപ്കാർട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ തന്നെ പംകിൻ സീഡ്സ് 100 ഗ്രാമിൻ്റെ 114 രൂപയുടെ 71 രൂപയ്ക്ക് കിട്ടി. പംകിൻ സീഡ്സ്. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ സൺഫ്ലവർ സീഡ്സ് 100 ഗ്രാമിൻ്റെ 65 രൂപയ്ക്ക് സൺഫ്ലവർ സീഡ്സ് 65 രൂപയുടെ 39 രൂപയ്ക്ക് കിട്ടി. പിന്നെ ആച്ചി ചിക്കൻ കബാബ് 65 മസാല 100 ഗ്രാം 60 രൂപയുടെ 45 രൂപ. കബാബ് 65. ഇപ്പോൾ ഏത് ഡിഷസ് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതുപോലെ മസാലകൾ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട്. പിന്നെ അമൂലിൻ്റെ മിഠായി 200 ഗ്രാമിൻ്റെ 61 രൂപയുടെ 52 രൂപ. കാശ്മീരി ചില്ലി ഈസ്റ്റേണിൻ്റെ 160 രൂപയുടെ 118 രൂപ. ആച്ചി പെപ്പർ പൗഡർ നല്ലതാട്ടോ. 50 ഗ്രാമിൻ്റെ 60 രൂപയുടെ 45 രൂപ. ആച്ചി ഫിഷ് ഫ്രൈ മസാല 50 ഗ്രാമിൻ്റെ 26 രൂപയുടെ 22 രൂപ. ഫിഷ് ഫ്രൈ മസാല. ചിങ്സ് സീക്രട്ട് പനീർ ചില്ലി മസാല 100 ഗ്രാം 60 രൂപയുടെ 45 രൂപ. ഇത് ബച്ചൻക ഫേവറേറ്റ് മിൻഡൻ മെയിൻ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. പനീർ ചില്ലി മസാല. റോ പീനട്ട് അത് 100 രൂപയുടെ 74 രൂപ. അര കിലോയാണ്. ആച്ചി രസം പൗഡർ പൗഡർ 58 രൂപയുടെ 44 രൂപ 100 ഗ്രാം. ക്വാളിറ്റി കസൂരി മേത്തി 100 ഗ്രാം 80 രൂപയുടെ 41 രൂപ. കസൂരി മേത്തി ഇത് ഉലുവയുടെ അല്ലേ അത്. ഇത് പിസ ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ ഇത് സ്വല്പം ചൂടുവെള്ളത്തിൽ ഉപ്പൊഴിച്ച് അതിൽ കുതിർത്തിയിട്ട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനുള്ള വെജിറ്റബിൾ കറി ഇല്ലേ, അതുപോലെ പരിപ്പ് കറി ഇതിലൊക്കെ ഇട്ടാൽ നല്ലതാണ്. ജേഴ്സി ഗീ 100 ml ഗീ 75 റുപ്പീസിൻ്റെ ഗീ
അതിന് 1 രൂപയായുള്ളൂ. ഈ 1 രൂപയുടെ ഫീ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ലാഭമായല്ലോ, ഇനി എൻ്റെ 3-4 പാക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചിട്ട് 1 പാക്കറ്റ് മാത്രമേ അവർ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ, ആളുകളെല്ലാം 1 രൂപയുടെ പാക്കറ്റ് എടുക്കുമല്ലോ. പിന്നെ റോസ്റ്റഡ് ഫ്ലാക്സ് സീഡ് 200 ഗ്രാമിൻ്റെ 60 രൂപയുടെ 55 രൂപയായുള്ളൂ. ഫ്ലാക്സ് സീഡ് ചെറു ചണ വിത്ത് എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ ബേ ലീഫ് 35 രൂപയുടെ ബേ ലീഫിന് 30 രൂപ 50 ഗ്രാം. ഇത്രയാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസ്. ഇപ്പം പറഞ്ഞതിന് 1014 രൂപയായിട്ടുണ്ട് മൊത്തം ഈ മസാലകൾക്കെല്ലാം കൂടിയിട്ട്. അതിൽ 332 രൂപ നമുക്ക് ഓഫർ കിട്ടി, 682 രൂപയായിട്ടുള്ളൂ. അങ്ങനെ ടോട്ടൽ 1244 രൂപയുടെ സാധനങ്ങൾ കിട്ടി. അതിൽ 332 രൂപ മസാലകൾക്ക് ഓഫർ കിട്ടി. മറ്റേ കണ്ടെയ്നർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 811 രൂപ ഓഫർ കിട്ടി. അങ്ങനെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറി ഐറ്റംസ് ഇങ്ങനെ വാങ്ങുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണെങ്കിൽ നമുക്ക് ലാഭമെന്നാണ് എനിക്ക് അനുഭവം. പിന്നെ വേറൊരു ഡീമെറിറ്റ് നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ സാധനം നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഈ കാർട്ടിൻ്റെ ഡെലിവറി ബോയ് ആയിരുന്നു. വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെയാണ് ഗ്രോസറി ഐറ്റംസ് ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രോസറി ഐറ്റംസ് ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് പല സാധനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും ഡ്രസ്സുകൾ അങ്ങനെ പലതും വാങ്ങിയിട്ടുണ്ട്. കിച്ചൺ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം സീൽ ചെയ്ത് ഫ്ലിപ്കാർട്ടിൻ്റെ നമ്മുടെ അഡ്രസ്സ് ഉൾപ്പെടെ നമുക്ക് പാക്ക് ചെയ്താണ് തരാറ്. പക്ഷേ ഈ ഗ്രോസറി ഐറ്റംസ് എന്തോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അവരോട് ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ കസേര ഇട്ടിട്ടുണ്ട്, അതിലിട്ടിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ എല്ലാം വിതറി ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ വേറെ വേറെ ഒരു കൂട് പാക്കറ്റ് ഒന്നുമില്ല. നമ്മൾ 1244 രൂപ കൊടുത്ത സാധനം വാങ്ങിച്ചിട്ട് ഒരു കവർ, ഒരു തുണിസഞ്ചി പോലും ക്വാളിറ്റി കുറഞ്ഞതാവട്ടെ ഏതാണെങ്കിലും ഒരു തുണിസഞ്ചി പോലും അവർ തന്നിട്ടുണ്ടായില്ല. ഇങ്ങനെയാണോ അവരുടെ ഡെലിവറി എന്ന് എനിക്കറിയില്ല. ഫ്ലിപ്കാർട്ടിലേക്ക് ഞാൻ വിളിച്ച് അന്വേഷിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഏത് കടയിൽ പോയി എന്ത് വാങ്ങിച്ചാലും നമുക്ക് 2 രൂപ അല്ലെങ്കിൽ 3 രൂപ അല്ലെങ്കിൽ 10 രൂപ കൊടുത്ത ഒരു കവർ കിട്ടാതെ നമുക്ക് സാധനം തരില്ല. കവറിലിട്ടല്ലേ അവർ തരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കവർ കൊണ്ടുപോകും. ഇത് ഫ്ലിപ്കാർട്ട് ഇത്ര വലിയൊരു കമ്പനിയായിട്ട് എന്താണ് ഇങ്ങനെ ഡെലിവറി ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവർ ഒരു ആപ്പയിലാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ ഡെലിവറി കഴിഞ്ഞിട്ടില്ല, തിരക്കാണ്, അവർക്ക് ഡെലിവറിക്ക് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ ഫ്ലിപ്കാർട്ട് കമ്പനി ഡെലിവറി ചെയ്തതിന് ശേഷം ആ പാക്കറ്റ് തിരിച്ച് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താന്ന്. ഫൈബറിൻ്റെ എന്തോ കണ്ടെയ്നറിൽ അവർ കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അഡ്രസ്സ് എഴുതി ഒരു പാക്ക് ചെയ്തിട്ടല്ലേ ഫ്ലിപ്കാർട്ട് അയച്ചു തന്നത്, എന്നിട്ട് എന്താണ് ഇങ്ങനെ വിതറിയിട്ടേക്കണം, ഇങ്ങനെയാണോ? അപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ അടുത്തൊരു വീട്ടിൽ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളൊരു പാക്കറ്റിൽ കൊണ്ടുവന്നാലല്ലേ അതങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു വീട്ടിൽ നമ്മൾ അയൽവക്കത്തെ വീട്ടിൽ ഏൽപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഉടമസ്ഥന് ഇല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെ വിതറിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഡെലിവറി ചെയ്യാൻ മാത്രമാണ് ഇതുള്ളൂ, പിന്നെ ഡെലിവറി ചെയ്തിട്ട് ഫ്ലിപ്കാർട്ട് തന്നു പറഞ്ഞ കവർ തിരിച്ച് കമ്പനിക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. ശരി, താങ്ക് യു. ഞാൻ ഈ ഫ്ലാക്സ് സീഡും സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, പീനട്ട്,
ഇത് വാങ്ങിയത് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാനായിട്ട് പീനട്ട്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ആൽമണ്ട്, ഇത്രയും തുല്യ അളവിലെടുത്ത്, ഇപ്പം 50 ഗ്രാം എടുക്കണമെങ്കിൽ എല്ലാം 50 ഗ്രാം വീതം എടുത്ത് ഫ്രൈങ് പാനിലിട്ട് ഫ്രൈ ചെയ്ത് മിക്സിയിൽ പൊടിച്ച് മിക്സ് ചെയ്ത് കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് നമ്മൾ ഓരോ സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരം ഓരോ ടീസ്പൂൺ വീതം അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ വീതം 1 ടേബിൾ സ്പൂൺ വീതം കഴിച്ചാൽ മതി. അത് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും വളരെ നല്ലതാണ്. നമ്മൾ പുറമേയുള്ള ട്രീറ്റ്മെൻറ്റ്, കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ മുടിക്ക്. അതോടൊപ്പം തന്നെ അത് പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും മാറും, മുടി വളരുകയും ചെയ്യും. അതായത് ഈ സീഡ്സ് എല്ലാം കൂടിയിട്ട് പൊടിച്ചാൽ പംകിൻ, സൺഫ്ലവർ, പീനട്ട്, ആൽമണ്ട് ഇത്രയും പൊടിച്ച് പാലിലിട്ടോ ചൂടുവെള്ളത്തിലിട്ടോ 1 ടേബിൾ സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ ഹെൽത്തിന് നല്ലതാണ്.